ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇമാജിൻ നിങ്ങളൊരു ഫേക്ക് ഫാമിലിനെ ഹയർ ചെയ്യുകയാണ്. ലൈക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഒക്കെ ഫേക്ക് ആണ്, ബട്ട് അതിന്റെ ഇമോഷൻ റിയൽ ആണ്. അതാണ് റെന്റൽ ഫാമിലി. 2025 ബ്രണ്ടൻ ഫ്രേസർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ഒരു സിനിമയാണ്. ഹക്കാരി എന്നൊരു ജാപ്പനീസ് ഡയറക്ടറാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. സോ ഇത് ഒരു കോമഡി ഡ്രാമ ഇമോഷണൽ ടൈപ്പ് സിനിമയാണ്. സോ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രണ്ടൻ ഫ്രേസർ അവതരിപ്പിക്കുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു ആളാണ്. സോ പുള്ളി ജപ്പാനിലൊരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. പുള്ളി ഇങ്ങനെ ഓഡിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ശേഷം സിനിമയുടെ തുടക്കത്തിൽ തന്നെ പുള്ളി റെന്റൽ ഫാമിലി എന്ന് പറഞ്ഞൊരു സർവീസ് പ്രൊവൈഡറിൽ ജോലിക്ക് കയറുകയാണ്. ലൈക്ക് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലയന്റ് ആയിട്ടുള്ളവർ പേ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി ഇവിടുന്ന് ആക്ടേഴ്സിനെ വിടും. അതായത് ലൈക്ക് നമുക്ക് ഫാമിലിയോ അല്ലെങ്കിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട് അത്തരത്തിലുള്ള ഒരു ആൾക്കാരെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തേക്കോ അങ്ങനെ എന്തെങ്കിലും സന്ദർഭത്തിലേക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ പുള്ളി ഇങ്ങനെ ഒരു ജോലിക്ക് കയറുവാണ് ഒരു ആക്ടറായിട്ട്. ആദ്യം ഒരു ഫേക്ക് വെഡിങ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കിതൊരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി സിനിമയായിട്ട് തോന്നും. ശേഷം ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് ബ്രണ്ടൻ ഫ്രേസറിന്റെ ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. അവിടുന്ന് തൊട്ടാണ് ഈ ഒരു സിനിമയുടെ ഒരു ഷിഫ്റ്റ് ഒക്കെ സംഭവിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു സിനിമയുടെ ഹാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. സോ ശേഷം ഈ ഒരു അഭിനയം റിയൽ ആയിട്ടുള്ള ഇമോഷനും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതുപോലെ സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇതിലേക്ക് മാറുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ. ഈ ഒരു സിനിമയില് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ബ്രണ്ടൻ ഫ്രേസർ ആസ് യൂഷ്വൽ പുള്ളിയുടെ കഥാപാത്രം കിഡിലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ബാക്കി ഒരുപാട് ജാപ്പനീസ് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരും എല്ലാം കിഡിലിനായിരുന്നു. ആ ഒരു സപ്പോർട്ടിങ് കാസ്റ്റ് നല്ല കിഡിലിനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലെ പ്രധാനമായിട്ടും സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ ആളുകൾ അനുഭവിക്കുന്ന ലോൺലിനെസ്, റിലേഷൻഷിപ്പ്, പിന്നെ ഈ ഫേക്ക് റിലേഷൻഷിപ്പും റിയൽ റിലേഷൻഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സിനിമ ഒരു ഇമോഷണൽ മൂവിയാണ്, ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. സോ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഡ്രാമ മൂവിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്യുന്നു. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് ആണ്. പിന്നെ ഇതിന്റെ ആ ഒരു മേക്കിങ് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ പടത്തിനുള്ളത്. ജപ്പാനിലെ നഗരത്തിന്റെ ഭംഗിയും എല്ലാം വളരെ നന്നായിട്ട് ഈ ഒരു സിനിമയിൽ അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കും എല്ലാം വളരെ നന്നായിട്ടാണ് പോകുന്നത്. പിന്നെ ആ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു നറേഷനാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷെ അത് ഈ ഒരു സിനിമയ്ക്ക് ചേരുന്ന വിധത്തിൽ തന്നെ ഡയറക്ടർ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയത് ഒന്ന് രണ്ട് ഈ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, അതായത് ഈ ഒരു ഇദ്ദേഹം പോയി അഭിനയിക്കുന്ന അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒന്ന് രണ്ടെണ്ണം കുറച്ച് ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ നിന്ന് മാറുന്ന പോലെ തോന്നി. അതായത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല എനിക്ക് ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇതൊരു 2 മണിക്കൂർ ഡ്യൂറേഷനൊക്കെ വരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ അങ്ങ് പോകുന്നു നമ്മൾ അങ്ങനെ അറിയത്തില്ല. വളരെ എൻഗേജിങ് ആയിട്ടാണ് സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ പോകുന്നത്. സോ ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക.